വിപ്ലവത്തിന്റെ ചുവന്ന മണ്ണാണ് തലശ്ശേരി. ചന്തുമേനോന്റെ ഇന്ദുലേഖ പിറന്ന മണ്ണ്. സംസ്കൃതിയുടെ പുരാവൃത്തം എഴുതുമ്പോൾ തലശ്ശേരിക്ക് പറയാൻ ആഠ്യത്വത്തിന്റെ കഥകൾ ഒരുപാടുണ്ട്. കേരളത്തിന്റെ പഴയ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണിത്. നമ്മുടെ ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ ഇന്ദുലേഖ, അതുപോലെ അതിൻ്റെ കർത്താവായ ചന്തുമേനോന്റെ വീട്, പിന്നെ സഞ്ജയൻ, ഹസസാഹിത്യ ചക്രവർത്തിയായ സഞ്ജയൻ, ശേഷഗിരി പ്രഭു, വി കെ കൃഷ്ണമേനോൻ തുടങ്ങിയ ധാരാളം ആളുകൾ ജനിച്ചു വളർന്ന ഒരു മലയാളത്തിലെ ഒരു പക്ഷേ കൊടുങ്ങല്ലൂർ കളരി പോലെ സാഹിത്യ ലോകത്ത് സംഭാവന ചെയ്ത ഒരു കളരിയാണ് തിരുവങ്ങാട്. പുതിയ കാലത്തെ തലശ്ശേരിയിലെ പതിവ് കാഴ്ചയാണ് ഈ വൃദ്ധ. അശ്രദ്ധമായി പുതച്ച ഒരൊറ്റ ചേലയാൽ നാണം മറച്ച് ഒരു നിസ്സംഗഭാവം ഒളിപ്പിച്ചുവെച്ച് അവർ ഈ തെരുവോരത്തെപ്പോഴും ഉണ്ടാവും. വളരെ യാദൃച്ഛികമായിട്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ അമ്മയെ കാണുന്നത്. ഇവിടെ പൊരിവെയിലും കനത്ത മഴയിലും ഒക്കെ ഒരു പ്രശ്നമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു, എനിക്ക് തോന്നിയത് ഒരു പക്ഷേ സന്യാസത്തിനപ്പുറമുള്ള അവധൂത വിഭാഗത്തിൽ എത്തിയ, അല്ലെങ്കിൽ അവധൂത തലത്തിലെത്തിയ ഒരു മനുഷ്യ സ്ത്രീ. ഈ കാഴ്ച കണ്ടില്ലേ? ഇതിൽ തലശ്ശേരിക്കാർക്ക് യാതൊരു പുതുമയുമില്ല. എതിരെ വരുന്നവരാരായാലും ഈ തിരുരൂപം കാണുന്ന മാത്രയിൽ കാൽക്കൽ വീഴും. ആ പാദങ്ങളിൽ ശിരസ് ചേർത്തുവെച്ച് ഒരു നിമിഷം ഒരു ജന്മപുണ്യത്തിന്റെ സാഫല്യം നേടിയ നിർവൃതി ഭക്തമനസ്സുകളിൽ അലയടിക്കും. ഇങ്ങനെ എപ്പോഴും നടക്കും. നമ്മൾ റോട്ടിലെല്ലാം ഇറങ്ങി ഇന്ന് അമ്മയെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അമ്മ ഏതിലെങ്കിലും വരുന്നൊന്ന് കാണും. അപ്പം തന്നെ നമ്മൾ ആ നിമിഷം അമ്മേനെ കാണലുണ്ട് റോഡിലേക്ക് കൂടി. അമ്മ റോഡിൽ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? മറ്റു ഭക്തരൊക്കെ എങ്ങനെ പെരുമാറുന്നു അമ്മയോട്? എല്ലാവരും ചിലവർ കാല് തൊട്ട് വന്നിക്കും അമ്മയെ, അതന്നെ നമസ്കരിക്കും. എല്ലാവരും അതന്നെ ചെയ്യുള്ളൂ, നമസ്കരിക്കും. ഏത് സമയത്തും നിരത്തിൽ കാണും. ഇവരെ കണ്ടു കഴിഞ്ഞാൽ വാഹനങ്ങൾ വഴിമാറിപ്പോകുന്നുണ്ടാവും. പലരും വന്ന് കാലിൽ വീഴുന്നുണ്ടാവും. തന്റെ സ്വതന്ത്ര സഞ്ചാരത്തിന് വിഘാതമായി കാൽക്കൽ വീണുകിടക്കുന്നവരെ അമ്മ ഒന്ന് നോക്കുക പോലുമില്ല. സ്വതവേയുള്ള അതേ നിസ്സംഗഭാവം തന്നെയാവും അപ്പോഴും ആ മുഖത്ത്. സ്വാതന്ത്ര്യം കൊതിക്കുന്ന മനുഷ്യര് വന്ന് കാലിൽ വീഴുമ്പോഴും ഒരു നിസ്സംഗഭാവത്തോടെ ഒരുപക്ഷെ അവരെ എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടി അവരെ ആശീർവദിക്കുന്നുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ആളുകൾ പ്രതീക്ഷിക്കുന്നതാണ്. മൂപ്പരാരോടും അങ്ങനെ സംസാരിക്കുന്നില്ല, അതൊരു നോട്ടം, അത് മതി. അമ്മയ്ക്ക് പിന്നാലെ വാഹനവുമായി നടക്കുന്ന നൂറുകണക്കിന് പേരുണ്ട് ഇവിടെ. തങ്ങളുടെ വാഹനത്തിൽ അമ്മയൊന്ന് കയറി കിട്ടിയാൽ ഐശ്വര്യം പിന്നാലെ വരുമെന്ന് കരുതുന്നവർ. പക്ഷേ അമ്മയെ നിർബന്ധപൂർവം വണ്ടികളിൽ കയറ്റാനാവില്ല. കാണുന്ന വാഹനങ്ങളിലൊക്കെ അമ്മ കയറുകയുമില്ല. അമ്മയ്ക്ക് തോന്നണം. അമ്മയ്ക്ക് ആ തോന്നൽ വരുത്തണേ എന്നാണ് സാക്ഷാൽ ഭഗവാനോട് ഈ നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. വാഹനങ്ങൾ പലപ്പോഴും ടാക്സികളും ഓട്ടോറിക്ഷകളൊക്കെ നിർത്തി ഇവരെ അതിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതായിരിക്കണം. അപ്പോൾ അത്തരം ആൾക്കാരോട് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവർ പറയും, ഈ അമ്മ ഒരു ദിവസം ഇതിനകത്ത് കാലത്ത് കയറി കിട്ടിയാൽ ഇന്നത്തെ ഞങ്ങളുടെ കാര്യം കുശാലാവും. മനുഷ്യന്റെ വിശ്വാസം. തലശ്ശേരിയിലെ പല വീടുകളിലുമുണ്ട് അമ്മയ്ക്കായി ഒരു മുറി. പലരും നല്ല ആതിഥേയരായി അമ്മയെ കാത്തിരിക്കുന്നുമുണ്ട്. പക്ഷേ അമ്മയുണ്ടോ വരുന്നു? ഓരോ ഭക്തനും എന്നെങ്കിലും ഒരിക്കൽ തങ്ങളുടെ ഭവനത്തിലും അമ്മ വരുമെന്ന പ്രതീക്ഷയിലാണ്. അമ്മേനെ ഓരോരുത്തർ ഓട്ടോയിലെല്ലാം വന്ന് കൂട്ടിക്കൊണ്ടുപോകും. വിചാരിച്ചവർ കാണൂല അമ്മേനെ. അമ്മയെ കൊണ്ടുപോയാൽ എന്ത് കിട്ടും? അമ്മ വീട്ടിലെത്തിയ വീട്ടിൽ ഐശ്വര്യം ഉണ്ടോ? അങ്ങനെ പറയുന്നത്, വീട്ടിലെത്തിയാൽ ഐശ്വര്യം ഉണ്ടാവുന്ന പറയുന്നത്. പക്ഷെ എല്ലാ വീട്ടിലൊന്നും പോവില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വീട്ടിലേ പോകും. ഇനി ആരാണ് ഈ അമ്മയെന്നല്ലേ? അമ്മയുടെ ഊരും പേരും അറിയുന്നവർ ആരുമില്ലിവിടെ. 30 വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ഒരു അത്ഭുതം പോലെ ഇവിടെ എത്തി. അവധൂതാവസ്ഥയിലുള്ള ഒരു അമ്മയാണ്. അവർക്കങ്ങനെ പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല.
എന്താ ഈ അവധൂതാവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാൽ അവർ ഈ വേൾഡ്ലി ലൈഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അവരുടേതായ ലോകത്തിൽ അങ്ങനെ അവർ കാണേണ്ടതായതിനെ കണ്ടുകൊണ്ട് സന്തോഷിച്ചിട്ട് കഴിയാണ്. തലശ്ശേരിയിൽ എത്തിയ നാൾ മുതൽ അമ്മ ബിസിനസ്സുകാരനായ ജയകുമാറിന്റെ വീട്ടിലാണ് മിക്കപ്പോഴും അന്തി ഉറങ്ങുന്നത്. മുമ്പൊരിക്കൽ സൂര്യനാരായണ സ്വാമി എന്നൊരു അവധൂതനുണ്ടായിരുന്ന വീടാണത്രേ ഇത്. സൂര്യനാരായണ സ്വാമിയുടെ പിന്മുറക്കാരിയാണ് ഇവരെന്ന് കരുതിയ ഈ വീട്ടുകാർ അമ്മയെ ഭക്തിപൂർവ്വം സ്വീകരിച്ചു. നേരത്തെ ഇവിടെ ഒരു അവധൂതൻ ഉണ്ടായിരുന്നു, സൂര്യനാരായണ സ്വാമി. നേരെ ഇവിടെ വരാറുണ്ട്, ഇവിടെ നിൽക്കാറുണ്ട്. അമ്മയെ പോലെ തന്നെയായിരുന്നു, അവധൂതനായിരുന്നു. ഇത് നേരത്തെയുള്ളവർക്കൊക്കെ അറിയാം അവരെ പറ്റിയിട്ട്. സമാധിയായിട്ട് 47 വർഷം പോയിരുന്നു. അതിനുശേഷമാണ് അമ്മ ഇവിടെ വരുന്നത്. ഈ മറ്റേ സ്വാമി സമാധിയായതിനു ശേഷമാണോ അപ്പൊ ആ സ്വാമിയുടെ കാലടികൾ പിൻപറ്റി വന്ന മറ്റൊരാളായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണ് അതിനെ കാണുന്നത്. എങ്ങനെയാ കാണുന്നത്? ആ ഒരു പരമ്പരയിൽ അതിനുശേഷം വരുന്ന ഒരു ഇതാണ്. കാലം പോകെ പോകെ മുൻഗാമികളെക്കാൾ ചൈതന്യവും ശക്തിയും അമ്മയിലാണെന്ന് ഇവർ കണ്ടുപിടിച്ചു. ലോകത്തെ തന്നെ തന്റെ ചൈതന്യത്താൽ നിലനിർത്തുന്ന വിശ്വമാതാവാണ് ഇവരെന്നാണ് ഭക്തരുടെ ഇപ്പോഴത്തെ വിശ്വാസം. ലോകമാതാവാണെന്ന ഞങ്ങളുടെ സങ്കല്പം. ദൈവമായിട്ട് ആരാധിക്കുന്നില്ല, ദൈവത്തിന്റെ ശക്തിയായിട്ട് കാണുന്നുണ്ട്. ഒരു ശക്തി കൂടുതൽ പ്രഭാവം കാണുന്ന ഒരു സ്ഥലം. കാരണം പലർക്കും അമ്മയെ കാണുന്നതിലും അമ്മയെ സ്പർശിക്കുന്നതിലും ഇതൊന്നില്ലാത്തൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഈ കാൽക്കീഴിലാണ് പുണ്യമെന്ന് ഇവരൊന്നാകെ വിശ്വസിക്കുന്നു. അമ്മയെ തൊട്ട് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലത്രേ. രാവിലെയും വൈകുന്നേരം ആ കാല് തൊട്ട് വന്നിക്കുമ്പോൾ തന്നെ മനസ്സിനൊക്കെ സമാധാനവും അത്രയും എന്തോ ഒരു ശക്തിയുണ്ട് അമ്മക്ക്. നമ്മളെന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് സാധിക്കും. അമ്മയെ തൊഴുതു കഴിഞ്ഞാൽ അമ്മ ഒന്നും പറയൊന്നുമില്ല, പക്ഷെ അമ്മ എന്ന് വിളിച്ചാൽ അമ്മ നാക്കും. അമ്മയെ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അമ്മയെ പ്രാർത്ഥിച്ചാൽ കിട്ടും. പല കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത. സന്യാസിയല്ല, സന്യാസിനെക്കാട്ടും മേലെയാണ്. നമ്മൾ അന്തിമമായിട്ട് എത്തുന്നത് ആ ഭഗവാനിലാണ്. ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരാളായിട്ട് കാണാം. സന്യാസത്തിനും അപ്പുറത്തെ അവധൂതാവസ്ഥ. ഭൗതികാതീത ലോകത്തെ അദൃശ്യ സാന്നിധ്യങ്ങളിൽ അഭിരമിക്കുന്ന ഒരാൾ. തീവ്രവിശ്വാസികൾക്ക് അവതാര രൂപമെടുത്ത സാക്ഷാൽ ദൈവം. കാഴ്ചകൾ കാണെ ഞങ്ങൾ കൺമിഴിച്ചു നിന്നുപോയി. പ്രകൃതി അവർക്ക് അടിമപ്പെട്ടില്ല, നമ്മളൊക്കെ പ്രകൃതിക്ക് അടിമപ്പെട്ടു. അമ്മ എങ്ങനെയാ? അമ്മ പ്രകൃതി അമ്മക്ക് അടിമപ്പെട്ടു. അവധൂത് മാത എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവർ ഇവിടെ എല്ലാവരും കാണുന്നത്. ഇത്തരം ആളുകളെ നമ്മൾ വീണ്ടും ദൈവമാക്കി മാറ്റാനുള്ള പരിശ്രമം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് സംഭവിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യന്റെ സ്ഥിതിയാണ്. മനുഷ്യൻ സ്വാതന്ത്ര്യം കൊതിക്കുന്ന മനുഷ്യൻ സർവരെയും പറ്റിയെങ്കിൽ ദൈവമാക്കി മാറ്റും. മുക്കിന് ആൾദൈവങ്ങൾ അരങ്ങുവാഴുന്ന ഈ കാലത്ത് ഈ അമ്മയും അവരിൽ ഒരാളല്ലേ? അല്ലെന്നല്ല, അങ്ങനെ പറയുക പോലും ചെയ്യരുതെന്ന് വിലക്കും ഭക്തർ. ആൾദൈവങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് പലപ്പോഴും അതിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഇവിടെ ഒരു ലക്ഷ്യവുമില്ല, ആരോടും ഒന്നും ചോദിക്കാറില്ല, ആരും കൊടുത്താൽ വാങ്ങാറില്ല. ഈ തൻ്റെതായ ഏതോ ഒരു ലോകം. ഓരോരുത്തർക്കും അവരുടേതായ ഉള്ളിൽ ആ മനസ്ഥിതി തോന്നിയിട്ടാണ് എല്ലാവരും വരുന്നത്. അമ്മ ആരോടും എന്നെ വന്ന് വന്ദിക്കാനോ എന്നെ നമസ്കരിക്കാനോ പറയാം. ആരോടും ഇന്നോളം സംസാരിച്ചിട്ടില്ലാത്ത അമ്മ ആരുടെയും കാണിക്കയും പ്രതിഫലവും ആഗ്രഹിക്കുന്നുമില്ലത്രേ. എങ്കിലും ആഗ്രഹ നിവൃത്തിയിൽ ആനന്ദമടയുന്നവർ പട്ടുചേലയും പഴവും മറ്റും കാണിക്ക വയ്ക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് സാധിച്ചു കഴിഞ്ഞാൽ അമ്മക്ക് സാരി കൊടുക്കും. പക്ഷെ കൈകൊണ്ടൊന്നും അമ്മ വാങ്ങിക്കൊന്നുമില്ല, അവിടെ വെക്കും, പിന്നെ വെറ്റില്ല. അതന്നെ അമ്മയുടെ കാര്യമായിട്ടുള്ളത്. ഓരോരുത്തർക്കും അവരുടെ മനസ്സിന്റെ സംതൃപ്തി പോലെ അവർക്ക് മനസ്സിന് എന്ത് തോന്നുന്നു അത് അമ്മയുടെ കാൽക്കൽ വെക്കും. അമ്മയ്ക്കായി ഭക്തർ കടൽ തീരത്ത് ഒരു മഠം പണിതുയർത്തിയെങ്കിലും അമ്മ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അമ്മ എപ്പോൾ എവിടേക്ക് എങ്ങനെ പോകുന്നു എന്ന് പ്രവചിക്കാനാവില്ലത്രേ. ഇവിടെ മടപ്പള്ളി എന്ന് പറയുന്ന ഒരു കടലോര പ്രദേശത്തിനടുത്തായിട്ട് ഒരു ചെറിയൊരു മഠം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ അടുത്ത മൊമെന്റ് എന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അത് അവർക്ക് മാത്രമേ നിശ്ചയമുള്ളൂ.
മഴയെന്നോ വെയിലെന്നോ ഭേദമില്ലാതെ അമ്മ ഇവിടെ ഉണ്ടാവും. രാത്രി മഴയുടെ രാഗാർദ്ര ഭാവങ്ങളിൽ നനഞ്ഞ് കുതിർന്നു നടക്കുമ്പോൾ അമ്മയൊരു പാട്ടുപാടും. ഭാഷയുടെ അതിർവരമ്പുകളില്ലാത്ത ഭക്തി നിറഞ്ഞ ഒരു ഗാനം. പലപ്പോഴും രാത്രിയിൽ നിരത്തിൽ സഞ്ചരിക്കുമ്പോഴും വളരെ മനോഹരമായിട്ട് പാടുന്നത് കേൾക്കാം. അത് ഏതാ ഭാഷയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് കന്നഡയാണെന്ന് തോന്നുന്നു. മഴക്കാലത്ത് മഴയെ ആസ്വദിച്ച് പാടുന്നതൊക്കെ കാണാൻ പറ്റും. കാലഭേദങ്ങളോ അല്ലെങ്കിൽ പിന്നെ മഴയോ വെയിലോ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ഏത് സമയത്തും എല്ലാ മഴയത്തും നല്ല വെയിലത്തും രാത്രി എപ്പോഴും സഞ്ചരിക്കുന്നതാണ്. അമ്മയുടെ അമാനുഷിക സിദ്ധികൾ എണ്ണി എണ്ണി പറയും ഇവിടത്തെ ഭക്തർ. കടൽ തിരകളെ വകഞ്ഞുമാറ്റി ആഴക്കടലോളം നടന്നു മറയുന്ന അമ്മയെ കണ്ടവർ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഭക്തന്റെ വിശ്വാസമോ അതോ അതിഭാവുകത്വമോ? കടലിലാണ് അമ്മയുടെ എല്ലാ കുളി ഇത്യാദികളൊക്കെ നടത്താറ്. അമ്മ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ദൂരം അമ്മ തിരമാലകളുടെ ഇതിനനുസരിച്ചിട്ട് അങ്ങോട്ട് നീങ്ങിപ്പോകും. നീന്തിയാണോ? ഇല്ല, നീന്തൊന്നുമില്ല, ഒഴുകി അങ്ങനെ പോവുക. നിരവധി തവണ വാഹന അപകടങ്ങളിൽ പരിക്കേറ്റിട്ടുള്ള അമ്മ ഇന്നോളം യാതൊരുവിധ മരുന്നുകളും ഉപയോഗിച്ചിട്ടില്ലത്രേ. മരണകാരണമായേക്കാവുന്ന മാരകമായ പരിക്കുകൾ പോലും മരുന്നില്ലാതെ ഭേദപ്പെട്ട അവസ്ഥയെക്കുറിച്ച് ഡോക്ടറായ അമ്മയുടെ ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്. 15 വർഷം മുമ്പേ അമ്മക്ക് നാദാവൻ റോഡിൽ വെച്ചിട്ട് ഒരു ബസ് തട്ടി ആക്സിഡന്റായി. ആരാ എന്തോന്നും അറിയാത്ത ബസ്സുകാരാണോ അവരെ കൂടെയുള്ളവരാണോ അമ്മയെ സ്വാഭാവികമായിട്ട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചെന്നു. ഈ വിവരം അറിഞ്ഞ അമ്മയുടെ ഭക്തന്മാർ തലശ്ശേരിയിൽ നിന്ന് അവിടെ ചെന്നു. അപ്പോൾ അവിടെ അന്വേഷിച്ച സമയത്ത് ആർക്കും ഒന്നും അറിയില്ല. ഒരു ഭ്രാന്തച്ചിയെ ഒരു ആക്സിഡന്റായി കിടക്കുന്ന മാത്രമേ അവർക്ക് അറിയുള്ളൂ. അങ്ങനെ റെക്കോർഡുള്ളൂ. കാരണം വന്നവർക്കും അറിയില്ലല്ലോ, അഡ്രസ്സൊന്നും കൊടുക്കാനായിട്ടില്ല. ഇവരെ വന്നതിന് എല്ലാ വാർഡും അന്വേഷിച്ചു. സാധാരണ അപകടപ്പെട്ട അവർക്ക് അപ്പോൾ നോക്കുമ്പോൾ ആരോ പറഞ്ഞു ഇവിടെ ഒരു ഭ്രാന്തച്ചി ഉണ്ടായിരുന്നു, അവർക്കെന്തോ ഫ്രാക്ചറൊക്കെ മാറ്റി അവർ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇവരൊക്കെ തിരിച്ചു വന്നു. ഒടുവിൽ നോക്കുമ്പോൾ അവിടെ നിന്നെന്തോ അവർ പ്ലാസ്റ്റർ കിട്ടിയിരുന്നു. പക്ഷെ അതിനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് അവിടുന്ന് ഡിസപ്പിയർ ചെയ്യാണ് ചെയ്തത്. നമ്മൾ സാധാരണ ആൾക്കാരെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു പറയും. അമ്മയുടെ ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നു. ഒടുവിൽ നിന്ന് വഴിക്കുന്ന അവർ അമ്മയെ കിട്ടി തിരിച്ച് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് നല്ലൊരു വേദന ഉണ്ടായിരുന്നു നമുക്ക്. ഇവിടെ പ്ലാസ്റ്റർ കിട്ടിയിരുന്നു. പക്ഷെ അമ്മയെ തൊടാനാണോ വേദനയുടെ മരുന്ന് കൊടുക്കാനോ ഒന്നും സമ്മതിച്ചില്ല. ഞങ്ങൾ അന്നത്തെ ഇവിടുത്തെ ഒരു പ്രശസ്തനായ ഓർത്തോപീഡിക് സർജനെ കാണിച്ചു. അങ്ങേർക്കും ഇതേ ഫലം ഉണ്ടായത്. അമ്മയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതേ അമ്മ ഒരു 3 ദിവസം കഴിയുമ്പോഴേ പ്ലാസ്റ്ററും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ പഴയതുപോലെ നടന്നു കണ്ടു. അപ്പോൾ ഈ ഡോക്ടറുടെ കാര്യം പറഞ്ഞ് ഡോക്ടറും പറഞ്ഞു സാധാരണ സംഭവിക്കാത്തൊരു കാര്യമാണ് കണ്ടിരിക്കുന്നത്. ജയകുമാറിന്റെ ഈ വീട്ടിൽ അമ്മയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്ന മുറിയാണിത്. പക്ഷെ വല്ലപ്പോഴും മാത്രമേ അമ്മ ഇതിനകത്ത് പ്രവേശിക്കാറുള്ളൂ. കുട്ടികളോട് വല്ലാത്ത കമ്പമുള്ള അമ്മ എവിടെ നിന്നോ കിട്ടിയ പാവക്കുട്ടികൾ ഈ മുറിയിൽ അലങ്കരിച്ചിട്ടിരിക്കുന്നു. ചില കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. മോളിയെല്ലാം എടുക്കലുണ്ട്, മടിയിലിരുത്തും. ചില കുട്ടികളെ എടുത്ത് റോട്ടിലേക്ക് നടക്കും, തിരിച്ചവരെ ഏൽപ്പിക്കും. കുട്ടികളോട് വളരെ സ്നേഹമാണ്. കുട്ടികളാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. ഏത് കുട്ടികളെ കണ്ടാലും അവർ വാരിപ്പുണരും. ഈ അടുത്ത പാവകളോട്, ചെറിയ പാവകളോട് എന്താന്ന് പറഞ്ഞു. അവരുടെ സങ്കല്പമാണ് അത്. അവരുടെ സങ്കല്പം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിനെ അവർ ജീവനായിട്ട് കാണുന്നുണ്ടാവും. പാവകളോട് പോലും അങ്ങനെയാണ്. അത് വ്യത്യസ്തതയില്ല. വീടിന്റെ ഈ ഉമ്മറത്താണ് അമ്മ മിക്കപ്പോഴും കിടക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടതെല്ലാം ഒരു കുറവും വരുത്താതെ ആതിഥേയർ ഇവിടെ ഒരുക്കി വെച്ചിരിക്കും. വിശക്കുമ്പോൾ അമ്മ അടുക്കളയിലേക്ക് നടക്കും. അവിടെയും രാജകീയ സൽക്കാരം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെറുതായ വല്ലതും കഴിച്ച് അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആഹാരത്തിന് സമയത്തിന് അമ്മ വരും, അമ്മ കഴിക്കും. ഞങ്ങൾ സമയത്തിന് വേണ്ടുന്നതൊക്കെ അവിടെ ഒരുക്കി വെക്കും. അമ്മയുടെ ഇഷ്ടത്തിന് വന്നിട്ടേ കഴിക്കും. വെജെന്നോ നോൺ വെജെന്നോ ആഹാര കാര്യത്തിൽ തരംതിരിവില്ലാത്ത അമ്മയ്ക്ക് പ്രാഥമിക ആവശ്യങ്ങളൊന്നുമില്ലെന്ന് ഭക്തർ പറയുന്നു. ഇതെന്തു മറിമായും. അങ്ങനെയൊന്നും ആരും പറയുന്നതും കേട്ടിട്ടില്ല, അങ്ങനെ കണ്ടിട്ടുമില്ല. ഇവിടെ ഒന്നും ആരും അങ്ങനെ കുളിക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എപ്പോഴും അമ്മ നല്ല മുടി കെട്ടി കൊടുക്കും. നമ്മൾ വെറുതെ പൂവെല്ലാം വെച്ചു കൊടുക്കും, മുടി കെട്ടി കൊടുക്കും. അത്ര അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ അങ്ങനെ ആരും പ്രത്യേകിച്ച് അമ്മ ബാത്റൂമിലൊന്നും പോകുന്ന ആരും കാണലില്ല എന്ന് പറയും. അമ്മയുടെ ചൈതന്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ എത്തുന്നവരിൽ സർവ്വമതസ്ഥരുമുണ്ട്. മതങ്ങൾക്കപ്പുറത്തെ മായകളില്ലാത്ത ലോകമാണ് അമ്മയുടേതെന്നാണ് ഭക്തരുടെ വിശദീകരണം. മറ്റു മതസ്ഥരും അവരുടെ ആ ചൈതന്യത്തെ ഉൾക്കൊണ്ട് തന്നെ കാണുന്നുണ്ട്.
മറ്റു മതസ്ഥർക്ക് ഇവരോട് ബഹുമാനമാണ്. ഓ തീർച്ചയായിട്ടും ബഹുമാനമാണ്. ധാരാളം ആളുകൾ കാണാൻ വരുന്നു. പലപ്പോഴും അവർ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടാവാം. മഹാരഥന്മാരുടെ പലരുടെയും പേരിൽ അറിയപ്പെടുന്ന തലശ്ശേരി നാളെ ഈ അമ്മയുടെ പേരിൽ അറിയപ്പെട്ടാലും അത്ഭുതമില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഈ നാടിന്റെ പുണ്യമെന്ന് ഭക്തർ. കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അത് നാടിന്റെ ഒരു ഭാഗ്യമായിട്ട് വരും. അമ്മയെ അവധൂതയായി കാണുന്നതിൽ, അമ്മയെ ആരാധിക്കുന്നതിൽ, അമ്മയെ പൂജിക്കുന്നതിൽ പരിഹസിക്കുന്നവരുണ്ടോ? ഓ തീർച്ചയായിട്ടും അത് രണ്ടും ഉണ്ട്. കണ്ടിട്ട് കാണാതെ പോകുന്നവരുണ്ട്, അറിഞ്ഞിട്ട് അറിയാതെ പോലെ പോകുന്നവരുണ്ട്, അറിഞ്ഞു വരുന്നവരുണ്ട്. ഈ അമ്മയെക്കുറിച്ചുള്ള ഈ പരിപാടി കണ്ടതിന് ശേഷം ആർക്കെങ്കിലും താങ്കളെ കളിയാക്കാൻ തോന്നിയാൽ അവരോട് എന്താ പറയാനുള്ളത്? അത് നല്ല ബുദ്ധി വരട്ടെ, അമ്മയിലേക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവട്ടെ എന്നാണ്. ആരോരുമില്ലാതെ ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു വൃദ്ധയെ ഒരു നാട്ടുകാരൊന്നാകെ എടുത്ത് അവധൂതയാക്കുകയായിരുന്നു. അതോ ദേവചൈതന്യത്തിന്റെ നിറസാന്നിധ്യമാണോ ഈ മനുഷ്യരൂപം? ഏതായാലും കടത്തിണ്ണയിൽ പോലും അഭയം കിട്ടാതെ പോവുമായിരുന്ന ഈ വൃദ്ധയ്ക്ക് ഇവിടെ രാജകീയ സൽക്കാരം കിട്ടുന്നുണ്ട്. സാന്ത്വനം പ്രതീക്ഷിക്കുന്ന ചിലരെങ്കിലും ഇവരിൽ അഭയം കണ്ടെത്തുന്നുമുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ? എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം